നമ്മുടെ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ കോർ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ചാപ്റ്റർ 2 ഫസ്റ്റ് വരുന്ന കാര്യം എന്താണ് എൻജിൻ, പിന്നെ എൻജിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. അപ്പോൾ എന്താണ് എൻജിൻ എന്ന് നോക്കുകയാണെങ്കിൽ, എൻജിൻ ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഓഫ് ഫ്യൂവൽ ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഫോർ യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എൻജിൻ ഒരു മെഷീനാണ്. ആ മെഷീൻ എന്താണ് ചെയ്യുക? നമ്മുടെ ഇന്ധനത്തിൽ നിന്ന് ലഭിക്കുന്ന, അതായത് ഫ്യൂവലിൽ നിന്ന് ലഭിക്കുന്ന കെമിക്കൽ എനർജിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു മെഷീനെയാണ് എന്ത് വിളിക്കുക? എൻജിൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഫ്യൂവലിൽ, അതായത് ഇന്ധനത്തിൽ നിന്നും കിട്ടുന്ന കെമിക്കൽ എനർജിയെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന മെഷീനെ വിളിക്കുന്ന പേരാണ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി കൺവേർഷൻ, എനർജിക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, പകരം ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഫ്യൂവലിൻ്റെ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയാണ്. അത് വരുന്ന വഴി എങ്ങനെയാണ്? ആദ്യം നമ്മുടെ കയ്യിലുള്ളത് കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഫ്യൂവലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി. ആ ഫ്യൂവലിനെ നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ചൂട് കിട്ടും, അതായത് തെർമൽ എനർജി കിട്ടും, ഹീറ്റ് എനർജി കിട്ടും. ആ ഹീറ്റ് എനർജിയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. മെക്കാനിക്കൽ എനർജി പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്താണോ ഉപയോഗം വരുന്നത്, വണ്ടി ഓടിക്കാനാണെങ്കിൽ വണ്ടി ഓടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം പമ്പ് സെറ്റിന് വേണ്ടിയിട്ട് പമ്പിനാണെങ്കിൽ അതിനായിക്കോട്ടെ, എന്ത് വർക്കിനാണോ ആവശ്യം വരുന്നത്, വർക്ക് ആവശ്യം വരുന്നത്, അവിടേക്ക് നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് വെക്കും. മെക്കാനിക്കൽ എനർജി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അങ്ങനെ അറിഞ്ഞാൽ മതി. അപ്പോൾ എൻജിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂവലിനെ കത്തിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ആ എനർജി എന്ത് എനർജിയാണ്? ഹീറ്റ് എനർജി. ഹീറ്റ് എനർജിയെ നമ്മളൊരു പിസ്റ്റന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഉള്ളിൽ കയർത്തി വിട്ടിട്ട് ഒരു പിസ്റ്റനെ മൂവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സാധാരണ ഒരു കോമൺ എൻജിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എൻജിന്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണ്, എന്ത് ഫ്യൂവൽ ഉപയോഗിക്കുന്നു, എങ്ങനെ ആ ഫ്യൂവലിനെ കൺവേർട്ട് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ വരിക. പൊതുവിൽ പറയുകയാണെങ്കിൽ എല്ലാ എൻജിന്റെ അകത്തും പിസ്റ്റണും സിലിണ്ടറും ഉണ്ടായിരിക്കും. ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലീനിയർ മോഷനാണ്. അതൊരു സ്ട്രൈറ്റ് ലൈനിലാണ് പിസ്റ്റൺ മൂവ് ചെയ്യുക. പിസ്റ്റൺ കറങ്ങാൻ പറ്റില്ല, പിസ്റ്റൺ സ്ട്രൈറ്റ് ആണ് മൂവ് ചെയ്യുക. അപ്പോൾ ആ പിസ്റ്റണിന്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലീനിയർ മോഷനെ നമുക്ക് റൊട്ടേഷനാണ് വേണ്ടത്, കറങ്ങാണ് വേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് കറങ്ങിയിട്ടാണ്. കാരണം ലീനിയർ മോഷൻ എല്ലായിടത്തും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. കറങ്ങുന്ന മോഷനാണ് എപ്പോഴും ആവശ്യം വരിക. അപ്പോൾ കറങ്ങുന്ന റോട്ടറി മോഷനാക്കി മാറ്റാൻ, ലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ, റോട്ടറി എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന റൊട്ടേഷണൽ മോഷൻ, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെക്കാനിസം ഉപയോഗിക്കും. അതിന് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് കണക്ടറിനോട് എല്ലാം ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഒരു മെക്കാനിസം കൂടി ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ്റെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഞാനൊരു 11 തരത്തിൽ തരംതിരിച്ച ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എഴുതിയെടുക്കാനുള്ളത് തന്നെയാണ്. ഓരോന്നായിട്ട് നമ്മൾ നോക്കി വരും. ഒന്നാമതായിട്ട് കമ്പഷൻ ലൊക്കേഷൻ, എവിടെ വെച്ചിട്ടാണ് ഫ്യൂവൽ കത്തിക്കുന്നത്, സിലിണ്ടറിൻ്റെ അകത്ത് വെച്ചിട്ടാണോ സിലിണ്ടറിൻ്റെ പുറത്ത് വെച്ചിട്ടാണോ, അതൊക്കെ നോക്കി വരുന്നത്. രണ്ടാമത് വരുന്നത് അക്കോർഡിംഗ് ടു ഡിസൈൻ എങ്ങനെയാണെന്ന് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റോട്ടറിയും ലീനിയറും ഒക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്ട്രോക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും 2 സ്ട്രോക്ക് ഉണ്ട്, 4 സ്ട്രോക്ക് ഉണ്ട്. ഇപ്പോൾ 6 സ്ട്രോക്കിൻ്റെ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 2 സ്ട്രോക്കും 4 സ്ട്രോക്കുമാണ്. അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഇഗ്നിഷൻ, എങ്ങനെയാണ് സിലിണ്ടറിൻ്റെ അകത്ത് ഫ്യൂവലിനെ കത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സ്പാർക്ക് പ്ലഗ് കൊടുത്ത് കത്തിക്കും, അല്ലെങ്കിൽ തനിയെ കത്തുന്നുണ്ട്, അതെങ്ങനെ ആയിക്കോട്ടെ. അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ, നമ്മൾ 2-3 തരത്തിലുള്ള സൈക്കിൾ പഠിക്കാനുണ്ട്. ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ആ സെക്ഷൻ എത്തുമ്പോൾ നോക്കാം. പിന്നെ വരുന്നതാണ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്യൂവൽ. അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, CNG ഉണ്ട്, LPG ഉണ്ട്, അതൊക്കെ അത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടറിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്കറിയാലോ, ബൈക്കിനൊക്കെ സിംഗിൾ സിലിണ്ടർ, കാറിനാകുമ്പോൾ 3-4 സിലിണ്ടർ വരും. അങ്ങനെ സിലിണ്ടറിൻ്റെ എണ്ണം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അക്കോർഡിംഗ് ടു സിലിണ്ടർ അറേഞ്ച്മെന്റ്. ഈ സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മൾട്ടി സിലിണ്ടർ ആകുമ്പോൾ ആ സിലിണ്ടറുകളൊക്കെ എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്, ഓരോ സിലിണ്ടറും സ്ട്രൈറ്റ് ലൈനിലാണോ അതോ V ആകൃതിയിലാണോ, W ആണോ, ചില പഴയ വിമാനങ്ങളിലൊക്കെ സർക്കുലർ ആയിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ സിലിണ്ടറുകൾ, ഒന്നിലധികം സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സിലിണ്ടറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അനുസരിച്ചുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്.
പിന്നെ അക്കോർഡിംഗ് ടു വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം അതെന്താണെന്ന് നമുക്ക് ആ സെക്ഷൻ എത്തുമ്പോൾ മനസ്സിലാവും. കാരണം ഇത് കുറച്ച് മുൻപത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാൽവ് ഓപ്പറേറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ അക്കോർഡിംഗ് ടു എയർ ഇൻഡക്ഷൻ, എയർ എങ്ങനെയാണ് എഞ്ചിനുള്ളിലേക്ക് കയറിപ്പോകുന്നത്, എഞ്ചിൻ വലിക്കുന്നതാണോ അതോ പുറത്തു നിന്ന് വേറൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഉള്ളിലേക്ക് കംപ്രസ് ചെയ്ത് കൊടുക്കുന്നതാണോ, അതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു കൂളിംഗ് സിസ്റ്റം, എങ്ങനെയാണ് എഞ്ചിൻ നടക്കുന്നത്. ഈ എഞ്ചിൻ ചൂടാവുന്നല്ലോ, ഫ്യൂവൽ കത്തുമ്പോൾ എഞ്ചിൻ ചൂടാവുന്നുണ്ട്. ആ ചൂടാവുന്ന ഹീറ്റ് പുറത്ത് കളയണം, ഇല്ലെങ്കിൽ എഞ്ചിൻ ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം എന്താണെന്ന് അനുസരിച്ചാണ്. നമ്മുടെ ബൈക്കിലൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല, എയർ കൂളിംഗ് ആണ്, എയർ ഇങ്ങനെ അടിക്കുമ്പോൾ തണുത്തോളും. കാറിനൊന്നും അത് പറ്റില്ല, അപ്പോൾ അത് വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ്. ഇനിയും വേറെ ടൈപ്പ് കൂളിംഗ് സിസ്റ്റങ്ങളുണ്ട്, നമുക്ക് ആ സെക്ഷൻ എത്തുമ്പോൾ പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ വരുന്നത്. ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. നമുക്ക് അക്കോർഡിംഗ് ടു കമ്പഷൻ ലൊക്കേഷൻ നോക്കാം. അതായിട്ട് 2 രീതിയിലാണ് ഉള്ളത്. അതായത് ഫ്യൂവൽ കത്തുന്ന സ്ഥാനം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ 2 രീതിയിൽ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ അല്ലെങ്കിൽ EC എഞ്ചിൻ എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടാമത് വരുന്നതാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ അല്ലെങ്കിൽ IC എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് IC എഞ്ചിനെ കുറിച്ചിട്ടാണ്. EC എഞ്ചിൻ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിർത്തും, ഇനി അങ്ങോട്ട് പോവില്ല. നമുക്ക് പഠിക്കാനുള്ളത് IC എഞ്ചിനെ കുറിച്ചിട്ടാണ്. എങ്കിലും നമുക്ക് നോക്കാം എന്താണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. ആ പേരിൽ തന്നെ ഉണ്ട് എക്സ്റ്റേണൽ, പുറത്ത്, കമ്പഷൻ കത്തിക്കുക, പുറത്ത് കത്തിച്ച് ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുക, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. എന്താണ് കത്തിക്കുന്നത്? ഫ്യൂവൽ എഞ്ചിന്റെ പുറത്ത് കത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. അപ്പോൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആയിരിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സിലിണ്ടറിന്റെ അകത്ത് കത്തിക്കുന്ന ടൈപ്പ് എഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഫ്യൂവൽ എഞ്ചിന്റെ ഉള്ളിൽ തന്നെ കത്തുകയാണെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഫ്യൂവൽ എഞ്ചിന്റെ പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇടതുഭാഗത്ത് കാണുന്ന ഈ ചിത്രമാണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ, വലതുഭാഗത്ത് കാണുന്ന ചിത്രം ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു എക്സാമ്പിൾ മനസ്സിലാവും. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിനുകളിലാണ്. അതായത് പഴയ പുക തുപ്പി വരുന്ന ട്രെയിനുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു എഞ്ചിനാണ്. പഴയ കപ്പലുകളിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വളരെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പോലുള്ള ചില ലൊക്കേഷൻസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനത്തെ എഞ്ചിൻസ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഇന്റേണൽ കമ്പഷനിലേക്ക് മാറി. നീലഗിരിയിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ ടൈപ്പ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. ഇവിടെ ഒരു കമ്പഷൻ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിനെ നമുക്ക് ഫർണസ് എന്ന് വിളിക്കാം. കത്തുന്നത് എന്താണോ ഫർണസ്, കത്തുന്ന ഫ്യൂവൽ കോളാണ്, അതായത് കൽക്കരിയാണ് നമ്മൾ ഈ ഫർണസിൽ കത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ വലിയ ബോക്സിനെ നമ്മൾ ബോയിലർ എന്നാണ് വിളിക്കുക. വെള്ളം തിളപ്പിക്കുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേര് ബോയിലർ എന്നാണ്. ഇത് ഫർണസ്, ഇത് ബോയിലർ. ആ ബോയിലറിൽ എന്തുണ്ട്, ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം എന്ത് ചെയ്യും, ഈ കോള് കത്തിയിട്ട് വരുന്ന ചൂട് കാരണം സ്റ്റീമായിട്ട് മാറും, ആവിയായിട്ട് മാറും. ആവി എങ്ങനെ ഉണ്ടാവുക അറിയാലോ, വെള്ളം തിളച്ചിട്ട് 100 ഡിഗ്രിക്ക് മുകളിലാകുമ്പോഴാണ് സ്റ്റീം ഉണ്ടാവുക. ആ സ്റ്റീമിന് പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റീം ഇവിടെ നിൽക്കില്ല, പകരം എന്ത് ചെയ്യും, ഈ പൈപ്പ് വഴി ഈ സിലിണ്ടറിനകത്തേക്ക് വരും. സിലിണ്ടറിനകത്ത് പ്രഷർ ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെ നിന്ന് തള്ളുകയാണല്ലോ, നമുക്കറിയാം. പ്രഷർ കുക്കറിൽ നോക്കിയാൽ അറിയാം, പ്രഷർ കുറെ തിളച്ചിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കൂടി അവസാനം ആ വിസിലിനെ പൊക്കിയിട്ട് പുറത്തേക്ക് ഒച്ച വരുന്ന കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെ നിന്ന് സ്റ്റീമിന് നിൽക്കാൻ സ്ഥലം തികയാതെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ സ്റ്റീം ഈ പൈപ്പ് വഴി പിസ്റ്റന്റെ അകത്തേക്ക് വരും. പിസ്റ്ററിനെ അത് അങ്ങോട്ട് തള്ളും. അതായത് ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തള്ളും. അപ്പോൾ ആ തള്ളുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് വഴി അത് ഈ വീലിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ എൻജിൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വന്ന സ്റ്റീമിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ചില മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളത് വിശദമായി പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത് എടുക്കുന്നില്ല. മനസ്സിലാക്കുക, ഇവിടെയുള്ള സ്റ്റീമിനെ പുറത്തുനിന്നൊരു വാട്ടർ സ്പ്രേ ഉപയോഗിച്ചാണ് തണുപ്പിക്കുക. അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഒരു വാട്ടർ സ്പ്രേ ഇങ്ങോട്ട് കൊടുക്കും. ആ സ്പ്രേ അടിക്കുമ്പോൾ ഇവിടെയുള്ള സ്റ്റീമെല്ലാം തണുത്തിട്ട് ചെറുതാവുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു വാക്വം ഉണ്ടാവും. തള്ളി നിന്നിരുന്ന സ്റ്റീമൊക്കെ ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിസ്റ്റനെ അത് ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ആദ്യം അങ്ങോട്ട് തള്ളിയപ്പോൾ ഒരു പകുതി റൊട്ടേഷൻ, വലിക്കുമ്പോൾ ഒരു പകുതി റൊട്ടേഷൻ, അങ്ങനെ ഫുൾ റൊട്ടേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സംഭവിക്കുന്നത് സിമ്പിളാണ്. കോള് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാരണം ഈ ബോയിലറിലെ വാട്ടർ സ്റ്റീമായിട്ട് മാറും.
സ്റ്റീം എന്ത് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ആകും ഉള്ളിലിരുന്നിട്ട്. ആ ഇൻക്രീസ് ചെയ്ത ഹൈ പ്രഷറാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പൈപ്പ് വഴി പിസ്റ്റന്റെ ഈ ഭാഗത്ത്, അതായത് ഫ്രണ്ട് ഭാഗത്ത് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ആ ഫ്രണ്ട് ഭാഗത്ത് പിസ്റ്റന്റെ പ്രഷർ വരുമ്പോൾ ആ പിസ്റ്റനെ ആ പ്രഷർ എന്ത് ചെയ്യും, ഇവിടെ ചിത്രപ്രകാരം ലെഫ്റ്റ് സൈഡിലേക്ക് തള്ളിക്കൊടുക്കും. അപ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് നീങ്ങും. പിസ്റ്റൺ ലെഫ്റ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഇതിനെ പകുതി റൊട്ടേറ്റ് ചെയ്യിക്കും, ഈ വീലിനെ പകുതി ഭാഗം റൊട്ടേറ്റ് ചെയ്യിക്കും. അതിനുശേഷം നമ്മൾ ഈ ഇവിടെ ഒരു വാൽവ് ഉണ്ടായിരിക്കും കേട്ടോ, ഇതൊന്നും ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഒരു വാൽവ് ഉണ്ടായിരിക്കും, ആ വാൽവ് അടച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം സ്പ്രേ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള സ്റ്റീം, അതായത് നീരാവിയൊക്കെ എന്ത് ചെയ്യും, തണുത്തിട്ട് ചെറുതാവും. സ്റ്റീം എന്ന് പറഞ്ഞാൽ ആവിയായി നിൽക്കില്ല, വലുതായി നിൽക്കുകയാണ്. അതിലേക്ക് ലേശം വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റീം ചെറുതാവും. ആ ചെറുതായത് കാരണം ഇവിടെ നിൽക്കുക, പിന്നെ ഒഴിഞ്ഞ സ്ഥലം വരുമല്ലോ, ഒഴിഞ്ഞ സ്ഥലം വരില്ല, വാക്വം ഒരിക്കലും ഉണ്ടാവാൻ സമ്മതിക്കില്ല. ആ വാക്വം കാരണം, വാക്വം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ എന്നൊക്കെയാണ് പറയുക. നെഗറ്റീവ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ പിസ്റ്റനെ അത് ഉള്ളിലേക്ക് വലിക്കും. പിസ്റ്റൻ ഉള്ളിലേക്ക് വരുമ്പോൾ ബാക്ക് റൊട്ടേഷൻ വരും. അങ്ങോട്ട് പോയപ്പോൾ പകുതി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴും പകുതി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. അതാണ് EC എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് IC എഞ്ചിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ, IC എഞ്ചിൻ്റെ വർക്കിങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? IC എഞ്ചിൻ നമ്മൾ പറഞ്ഞു, സിലിണ്ടറിൻ്റെ അകത്ത്, അതായത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഫ്യൂവൽ കത്താൻ പോകുന്നത്. ഫ്യൂവൽ കത്തണമെങ്കിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം. ഫ്യൂവൽ മാത്രമായിട്ട് കത്തില്ല, കൂടെ എയറും വേണം. എയറല്ല, നമുക്ക് വേണ്ടത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഉള്ളത് എയറിലായതുകൊണ്ട് നമ്മൾ എയർ അടിച്ചു കൊടുക്കും, ഓക്സിജൻ മാത്രമായിട്ട് കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഈ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ, അടിയത്തെ ഭാഗങ്ങൾ അവിടെ നിൽക്കട്ടെ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് പിസ്റ്റൺ ഉണ്ട്, ഗഡ്ജൻ പിൻ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വിശദമായിട്ട് വരുന്നുണ്ട് എന്തിനാണ് ആ പാർട്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ പുറത്തെ കാണുന്ന സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഹെഡ് ഉണ്ട്. എൻജിൻ ഹെഡിൽ രണ്ട് ഓട്ടകൾ കാണാം, ഈ ഒരു വഴിയും ഈ ഒരു വഴിയും. ഈ പച്ച കളറിൽ കാണുന്ന വഴിയെ ഇൻലെറ്റ് മാനിഫോൾഡ്, അതിൻ്റെ അറ്റത്തുള്ള വാൽവിനെ ഇൻലെറ്റ് വാൽവ് എന്നും, ഈ ചുവന്ന കളറുള്ള പൈപ്പിനെ നമ്മൾ എക്സോസ്റ്റ് മാനിഫോൾഡ് എന്നും, അതിൻ്റെ അറ്റത്ത് വരുന്ന വാൽവിനെ എക്സോസ്റ്റ് വാൽവ് എന്നും വിളിക്കും. സെൻട്രലായിട്ടൊരു സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പാർക്ക് പ്ലഗ് കണ്ടതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതൊരു പെട്രോൾ എഞ്ചിനാണെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയിൽ മനസ്സിലാവും, അടുത്ത ക്ലാസിഫിക്കേഷൻ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ രണ്ട് വാൽവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്ത് ടൈപ്പ് എഞ്ചിനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു 4 സ്ട്രോക്ക് SI എഞ്ചിനാണ്. അത് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് അടുത്ത ക്ലാസിഫിക്കേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു അത് എന്ത് ടൈപ്പ് എഞ്ചിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടേക്ക് എത്തുമ്പോൾ. അപ്പോൾ തൽക്കാലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് കത്തിക്കേണ്ടത്. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകും, അപ്പോൾ അതിനനുസരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതൊക്കെ അവിടെ നിന്നോട്ടെ. പിസ്റ്റൺ ഇവിടെ നിൽക്കുകയാണെന്ന് ഇരിക്കുക, ഈ മുകൾ ഭാഗത്ത്. ആ മുകൾ ഭാഗത്ത് നിന്ന് പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ഈ പച്ച പൈപ്പ് വഴി, അല്ലെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡ് വഴി പുതിയ എയറും ഫ്യൂവലും മിക്സ് ആക്കിയിട്ട് ഇവിടേക്ക് കയറ്റി വിടും. ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിസ്റ്റൺ മുകളിലേക്ക് പോകും. അപ്പോൾ ആ എയർ ഫ്യൂവൽ മിക്സർ കംപ്രസ് ആവും. അതിനുശേഷം നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ഈ കംപ്രസ്സായി നിൽക്കുന്ന എയർ ഫ്യൂവൽ മിക്സറിനെ നമ്മൾ കത്തിക്കുക എന്ന് പറഞ്ഞാൽ തീപ്പൊരി കൊടുക്കും. ഈ സ്പാർക്ക് പ്ലഗ് ചെയ്യുന്ന ഒരു, നമ്മൾ ഗ്യാസ് കത്തിക്കില്ലേ, ഗ്യാസ് കത്തിക്കുന്ന ഒരു തീപ്പൊരി കൊടുത്തു കഴിഞ്ഞാൽ ആ എയർ ഫ്യൂവൽ മിക്സർ കത്തും. അങ്ങനെ കത്തുമ്പോൾ പിസ്റ്റൺ വീണ്ടും താഴേക്ക് പോകും. വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ ഈ ചുവന്ന വഴി, ഈ വാൽവ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ ചുവന്ന വഴി കത്തിക്കഴിഞ്ഞ ഗ്യാസ്, അതിനാണ് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എന്ന് വിളിക്കുക. ആ ഗ്യാസ് ഇതിലെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കാവുന്നതാണ്, ഇപ്പോൾ പറയാത്തത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൺ ആദ്യം താഴേക്ക് വരുമ്പോൾ ഈ പച്ച പൈപ്പിലൂടെ, അതായത് ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ എയർ ഫ്യൂവൽ മിക്സർ ഉള്ളിൽ കയറി വരും. പിസ്റ്റൺ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ഒരു തീപ്പൊരി കൊടുത്ത് കത്തിക്കും. ആ കത്തുന്ന പ്രഷറിൽ പിസ്റ്റൺ വീണ്ടും താഴേക്ക് വരും. പിന്നെ തിരിച്ച് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ചുവന്ന പൈപ്പ്, അതായത് എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി തിരിച്ച് കത്തിക്കഴിഞ്ഞ ഗ്യാസ്, അതായത് എക്സോസ്റ്റ് ഗ്യാസ്, കത്തിക്കഴിഞ്ഞ ഗ്യാസ് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എന്നാണ് വിളിക്കുക, അത് വെളിയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് IC എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് എഞ്ചിൻ്റെയും വർക്കിംഗ് മനസ്സിലാവാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. IC എഞ്ചിൻ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ സബ്ജക്റ്റിൽ മൊത്തം പഠിക്കാൻ പോകുന്നത് IC എഞ്ചിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ നമ്മളിനി ഒരുപാട് കാര്യം പഠിക്കുമ്പോൾ ഓരോ സംശയങ്ങളും മാറിക്കൊണ്ടിരുന്നോളും. EC എഞ്ചിനെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിലും അതിനെപ്പറ്റിയും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിനെപ്പറ്റി പഠിക്കേണ്ട കാര്യമേ ഇല്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ ചിത്രം വരയ്ക്കാനും തൊട്ട് മുമ്പ് കണ്ട 2-3 സെന്റൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ, അതായത് സിലിണ്ടറിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഫ്യൂവൽ കത്തുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. EC എഞ്ചിനെ കുറിച്ച് നമുക്ക് അത്രേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ.
IC എഞ്ചിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. IC എഞ്ചിൻ്റെയും EC എഞ്ചിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IC എഞ്ചിനിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ഫ്യൂവൽ കത്താൻ പോകുന്നത്. EC എഞ്ചിനിൽ സിലിണ്ടറിൻ്റെ വെളിയിലാണ് ഫ്യൂവൽ കത്താൻ പോകുന്നത്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. കത്തുന്ന സ്ഥലം ഒന്ന് IC എഞ്ചിനിൽ ഇന്റേണൽ ആയിട്ട് കത്തും, EC എഞ്ചിനിൽ പുറത്ത് കത്തും. അങ്ങനെ പുറത്ത് കത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ കത്തുന്ന ഫുൾ ടെമ്പറേച്ചറും സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വരില്ല. കാരണം എന്താണ്, ഇതിങ്ങനെ വഴിയൊക്കെ പോകുന്ന വഴി കുറേ ചൂടൊക്കെ വേസ്റ്റ് ആയി പോകും. പക്ഷേ ഇവിടെയോ IC എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് കത്തുന്നത്, അതെങ്ങോട്ടും പോകാനില്ല. അതുകൊണ്ട് തന്നെ എവിടെ ആയിരിക്കും ചൂട് കൂടുതൽ വരിക? ഡയറക്റ്റ് കത്തുന്നിടത്തായിരിക്കും. ഇവിടുന്ന് ചൂട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറേ ചൂട് വേസ്റ്റ് ആയി പോകും. പക്ഷേ ഇവിടെ തന്നെ വെച്ച് കത്തുന്നത് കാരണം IC എഞ്ചിനിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, EC എഞ്ചിനിലെ സിലിണ്ടർ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷറും ഇവിടെ കുറവായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും. IC എഞ്ചിനിൽ പ്രഷർ കൂടുതലായിരിക്കും, EC എഞ്ചിനിലെ പ്രഷർ കുറവായിരിക്കും. ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം. ടെമ്പറേച്ചറും ഒരുപോലെയാണ് ഇരിക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷറും കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ പ്രഷർ കുറയും. അതൊരു പഠിച്ചിട്ടുണ്ടെങ്കിൽ ലോ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന എനർജി വേസ്റ്റ് ആയി പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിന്നുണ്ടാവുന്ന ഫുൾ എനർജി എന്ത് ചെയ്യുന്നില്ല, പിസ്റ്റണിലേക്ക് എത്തുന്നില്ല, കുറേ എനർജി വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിന്, അതായത് EC എഞ്ചിന് എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും. എഫിഷ്യൻസി എന്നാൽ കാര്യക്ഷമത. നമ്മൾ കൊടുക്കുന്നത് ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. പക്ഷെ IC എഞ്ചിൻ അങ്ങനെയല്ല. IC എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കത്തുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എനർജി അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി, അതായത് കാര്യക്ഷമത കൂടുതലായിരിക്കും. ഇനി നോക്കുകയാണെങ്കിൽ ഈ എഞ്ചിനിൽ ഇവിടെ ഒരു ഭാഗം വരുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയ ഭാഗം വരുന്നുണ്ട്, ഇവിടെ കത്തിക്കാൻ വേറൊരു ഭാഗമുണ്ട്. ഇവിടെ ആണെങ്കിലോ സിംഗിൾ പീസിൽ ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു സാധനമാണ്. ഈ എഞ്ചിൻ ചെറുതാണ്, ഈ എഞ്ചിൻ വളരെ വലുതുമാണ്. വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും, ഇതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. കാരണം ഇത്രയും സാധനങ്ങളെ ഉൾക്കൊള്ളിച്ചാലേ ഈ എഞ്ചിൻ ആവുള്ളൂ. ഇവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്, അതിൻ്റെ സൈസും കുറവാണ്. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. ഈ എഞ്ചിൻ വലുതായിരിക്കും, ഈ എഞ്ചിൻ ചെറുതായിരിക്കും. അതായത് ഒരേ പവർ ഉണ്ടാവുന്ന രണ്ട് എഞ്ചിൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, രണ്ട് പവറായി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരേ പവറാണ് രണ്ട് എഞ്ചിനും ഉണ്ടാക്കുന്നതെങ്കിൽ IC എഞ്ചിൻ ചെറുതായിരിക്കും, അതിൻ്റെ കനവും കുറവായിരിക്കും. EC എഞ്ചിൻ വലുതായിരിക്കും, അതിൻ്റെ കനം കൂടുതലായിരിക്കും. പക്ഷെ കനം കൂടുതലായതുകൊണ്ട് കാര്യമില്ല, ഈ എഞ്ചിന് വില കൂടുതലായിരിക്കും. കാരണം ഇവിടെ ഇതൊക്കെ നമുക്ക് തൽക്കാലം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിർമ്മാണമൊന്നും ആവശ്യമില്ല. ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് മൂവിങ് പാർട്സ് വരുന്നുണ്ട്. ആ മൂവിങ് പാർട്സ്, ഇവിടെ വാൽവുകൾ വരുന്നുണ്ട്, ഇതൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള മെഷീനിങ് ചെയ്യണം, വർക്ക് കൃത്യമായിരിക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ പൈസ വാങ്ങിക്കും. അതുകൊണ്ട് ഈ എഞ്ചിന് വില കൂടുതലാണ്. അതായത് IC എഞ്ചിൻ്റെ വില കൂടുതലായിരിക്കും, പക്ഷെ EC എഞ്ചിൻ്റെ വില കുറച്ച് കുറവായിരിക്കും. ഇനി നോക്കുക, ഇവിടെ കോള് കത്തിക്കുന്നു. കത്തിച്ചതിന് ശേഷം ആ ചൂട് ഉപയോഗിച്ചിട്ട് വാട്ടർ തിളപ്പിക്കുന്നു. വാട്ടർ തിളപ്പിച്ചിട്ട് സ്റ്റീം ഉണ്ടായിട്ട് സ്റ്റീമിൻ്റെ പ്രഷർ കൂടിയിട്ടാണ് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുക. അപ്പോൾ ടൈം എടുക്കും അല്ലേ. നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ തിളയ്ക്കുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ വെള്ളം തിളച്ച് ആവിയാവുന്ന സമയം കുറേ നമ്മുടെ വേസ്റ്റ് ആയിപ്പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം സെക്കൻഡ് വെച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴാണോ എയർ ഫ്യൂൽ മിക്സർ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ എളുപ്പമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ. IC എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, EC എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, സിലിണ്ടറിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റീമാണ് വരുന്നത് അല്ലേ, അല്ലാതെ എന്ത് വരുന്നില്ല, കമ്പഷൻ പ്രൊഡക്റ്റ് ഒന്നും വരുന്നില്ല. ഇവിടെ കമ്പസ്റ്റൻ പ്രൊഡക്റ്റ്, അതായത് കത്തിക്കരിഞ്ഞ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ കത്തിക്കഴിഞ്ഞ ഗ്യാസ് ഇങ്ങോട്ട് സിലിണ്ടറിനുള്ളിലേക്ക് വരുന്നില്ല. സിലിണ്ടറിലേക്ക് വരുന്നത് സ്റ്റീം മാത്രമാണ്, നീരാവി മാത്രമേ സിലിണ്ടറിലേക്ക് വരുന്നുള്ളൂ. ഇവിടെ കത്തിയ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതായിരിക്കും ക്ലീൻ ആയിരിക്കുക, ഇത് ക്ലീൻ ആയിരിക്കും എഞ്ചിൻ്റെ സിലിണ്ടർ എപ്പോഴും. ഇവിടെ സിലിണ്ടറിൽ എപ്പോഴും കരിഞ്ഞ ഗ്യാസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ക്ലീൻ ആയിക്കോളും. എന്നാലും പറയുമ്പോൾ ഇതിനേക്കാൾ ക്ലീൻ, IC എഞ്ചിനേക്കാൾ ക്ലീൻ ആയിട്ടുള്ള സിലിണ്ടർ EC എഞ്ചിൻ ആയിരിക്കും. പിന്നെ വരുന്നത് എന്താണ്, ഇതിനകത്ത് നമ്മൾ ഫ്യൂവലിനാണ് സ്റ്റോറേജ് വേണ്ടി വരിക. ഇവിടെ സ്റ്റീമിന് ഒരു സ്റ്റോറേജ് ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റോറേജ് ആവശ്യം വരും. സ്റ്റീമിൻ്റെ സ്റ്റോറേജ് ആണ് വരണമെങ്കിൽ ഇവിടെ ഫ്യൂവലിൻ്റെ സ്റ്റോറേജ് ആവശ്യമുണ്ട്. ഇത് ഞാനൊരു
ടേബിളാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു 10 ഡിഫറൻസ് ഉണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മിക്കവാറും 10 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എവിടെ കത്തിക്കുന്നു, ടെമ്പറേച്ചർ എങ്ങനെയാണ്, പ്രഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഈ വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു. 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ വീഡിയോ ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട് എഴുതേണ്ട കാര്യം വളരെ കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ 2 ഹെഡിങ് കൊടുത്തതിന് ശേഷം പാർട്ട് 1 ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ. അതിൽ എൻജിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം എത്ര ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. 11 ലിസ്റ്റൊക്കെ എഴുതുക. അതിൽ മെയിൻ ഹെഡിങ് ആയിട്ട് അക്കോർഡിംഗ് ടു കമ്പഷൻ ലൊക്കേഷൻ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോയിന്റ്സ് എഴുതിയെടുക്കുക. ഒന്നാമത്തെ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ, 2 ഇന്റേണൽ കമ്പഷൻ എൻജിൻ. ഈ 2 ചിത്രം ഒന്ന് വൃത്തിയായിട്ട് വരച്ചെടുക്കുക. ഡബിൾ ലൈൻ ഒന്നും വേണമെന്നില്ല, സിംഗിൾ ലൈനായിട്ട് വരച്ചാൽ മതി. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. ഈ സൈഡിലെ കറുപ്പൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഇത് മാത്രം മതി. പിന്നെ ഈ ഡിഫറൻസ് എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുതൽ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിച്ചതെല്ലാം കോമൺ ആയിട്ട് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തീർത്തു പോവുക. IC എഞ്ചിനും EC എഞ്ചിനും തമ്മിൽ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. IC എഞ്ചിനിൽ സിലിണ്ടറിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ കത്തിക്കുന്നതെങ്കിൽ AC എഞ്ചിൻ, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനിൽ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ കത്തിക്കുന്നത് സിലിണ്ടറിൻ്റെ പുറത്തൊരു ഫർണസിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ബോയിലറിൽ വെച്ചിട്ട് തീ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് വ്യത്യാസം. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. സിലിണ്ടറിൻ്റെ അകത്ത് കത്തിക്കുകയാണെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ആ പേരിൽ തന്നെ ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നാണ് അർത്ഥം. ഇന്റേണൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ അകത്ത് കത്തുന്നു. അങ്ങനെയുള്ള എഞ്ചിനെ ഇന്റേണൽ കമ്പഷൻ എന്ന് പറയും. എക്സ്റ്റേണൽ കമ്പഷൻ എന്നാൽ പുറത്ത്, എക്സ്റ്റേണൽ പുറത്ത് നിന്നാണല്ലോ, പുറത്ത് കമ്പഷൻ നടക്കുന്ന എഞ്ചിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ കമ്പഷൻ. അതായത് ഇവിടെ കത്തിക്കുന്നതിന് പകരം ഇവിടെയാണ് കത്തിക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം, മെയിൻ വ്യത്യാസം. പിന്നെ ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റാണ്. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ കത്തിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും തണുക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ എഞ്ചിൻ ചൂട് കുറയും, ഈ എഞ്ചിൻ ചൂട് കൂടുതലാവുന്നത്. പിന്നെ പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ നേരെ അനുപാതത്തിലായതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറും കൂടും. അത് അറിഞ്ഞിരിക്കണം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ലോ ആണത്. പിന്നെ കണക്റ്റിംഗ് റോഡ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു സ്റ്റഫിംഗ് ബോക്സ് ഉണ്ട്. ആ സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ലൂബ്രിക്കേഷനും അല്ലെങ്കിൽ ഈ സ്റ്റീമിനെ പുറത്തേക്ക് ഇടാതിരിക്കാൻ വേണ്ടി ഒരു സീലിങ്ങിന് വേണ്ടി വെക്കുന്ന ഒരു ബോക്സ് ആണ് സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറയുന്നത്. അത് വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പേര് മാത്രം അറിഞ്ഞിരിക്കുക. സ്റ്റഫിംഗ് ബോക്സ് ഉണ്ട്. അത് സീലിങ്ങിന് വേണ്ടിയിട്ടും ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. അത്ര അറിഞ്ഞാൽ മതി. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ല, ആ പേര് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ വരുന്നത് എഫിഷ്യൻസി. ഞാൻ നേരത്തെ പറഞ്ഞു, ചൂട് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും എഫിഷ്യൻസി കൂടുതൽ വരിക. വെയിറ്റിൻ്റെ കാര്യം ഇവിടെ നോക്കിയാൽ എഞ്ചിൻ്റെ വലിപ്പം കണ്ടാൽ അറിയാം എവിടെയാണ് വെയിറ്റ് കൂടുതൽ വരിക. വലിയ എഞ്ചിന് വലിപ്പം കൂടുതലായിരിക്കും, ചെറിയ എഞ്ചിന് വലിപ്പം കുറവായിരിക്കും. പിന്നെ വിലയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള താമസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. EC എഞ്ചിന് എന്ത് ചെയ്യണം, ആ വെള്ളം ചൂടാവാൻ സമയം എടുക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഫ്യൂവൽ കത്തിക്കുമ്പോൾ പ്രഷർ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡയറക്റ്റായിട്ട് ഫ്യൂവൽ കത്തിക്കുന്നതാണ്, ഒന്ന് EC എഞ്ചിനിൽ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ IC എഞ്ചിനിൽ ഫ്യൂവൽ ടാങ്കാണ് ഉണ്ടായിരിക്കുക, EC എഞ്ചിനിൽ സ്റ്റീമിൻ്റെ ടാങ്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ തീർക്കുക, അതൊന്നും വെച്ചിരിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്.